ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കമ്പ്യൂട്ടറിലെ ഔട്ട്പുട്ട് ഡിവൈസസുകളും അതിൻ്റെ മെമ്മറിനെ കുറിച്ചുമാണ്. അപ്പോൾ എന്താണ് ഔട്ട്പുട്ട് ഡിവൈസസ്? ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കാണിച്ചു തരുന്നതോ അല്ലെങ്കിൽ നമുക്ക് ഹാർഡ് കോപ്പി ലഭ്യമാക്കുന്നതുമായിട്ടുള്ളതോ ആയ ഡിവൈസസുകളെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് എന്താ പറഞ്ഞത്? കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നവയെയാണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഡാറ്റയോ നമുക്ക് കാണിച്ചു തരുന്നതോ അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ആയിട്ട് ലഭിക്കുന്നതോ ആയിട്ടുള്ള ഉപകരണങ്ങളെയാണ് ഔട്ട്പുട്ട് ഡിവൈസസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പിയും? ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വ്യക്തമായിട്ടും നമുക്ക് ഫിസിക്കലായിട്ടും ടച്ച് ചെയ്യാൻ പറ്റുന്ന ഡാറ്റയാണ്. ഇപ്പോൾ പേപ്പറിൽ നമ്മൾ പ്രിന്റ് ലഭിക്കുന്നു, അത് നമുക്ക് തൊടാൻ പറ്റുന്നവയാണ്. ഇങ്ങനെയുള്ളവയാണ് ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്. അതേസമയം സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മോണിറ്ററിൽ കാണുന്ന ഒരു വസ്തു, അതുപോലെ തന്നെ നമ്മൾ PDF ഫയലുകൾ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നു, PDF അല്ലെങ്കിൽ വേർഡ് ഏത് ഫയലായാലും അതെല്ലാം സോഫ്റ്റ് കോപ്പിയാണ്. അതേസമയം അത് നമ്മൾക്ക് വെളിയിലേക്ക് ഒരു പ്രിന്റർ വെച്ചിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഔട്ട്പുട്ട് ഡിവൈസസുകൾ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മോണിറ്ററാണ്. മോണിറ്ററിൻ്റെ മറ്റൊരു പേരാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുന്നത്. പലതരം മോണിറ്ററുകളുണ്ട്. പണ്ട് കാലത്ത് CRT ഉണ്ടായിരുന്നു, കാഥോഡ് റേ ട്യൂബ്, പിന്നെ LCD വന്നു, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, പിന്നെ LED വന്നു, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, പ്ലാസ്മ മോണിറ്ററുകൾ, പിന്നെ പ്രൊജക്ടറുകളും ഉണ്ട്. നമ്മുടെ ഈ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്, ഇപ്പോൾ മോണിറ്ററിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നമ്മൾ ഡയഗണലായിട്ട് എടുക്കുന്ന പോയിന്റാണ്. ഇവിടുന്ന് ഇവിടേക്കുള്ള പോയിന്റാണ് നമ്മുടെ ഈ മോണിറ്ററിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. പിന്നെ അതിന് സവിശേഷതയാണ് റെസൊല്യൂഷൻ അഥവാ പിക്സലിൻ്റെ എണ്ണങ്ങൾ. പിക്സൽ എന്ന് പറഞ്ഞാൽ നീല, പച്ച, ചുവപ്പ് കളറുകൾ അടങ്ങിയിട്ടുള്ള, പ്രാഥമിക വർണ്ണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ദൃശ്യാനുഭവം വ്യക്തമാക്കുന്ന ഏറ്റവും ചെറിയ ഒരു പോയിന്റാണ് പിക്സൽ എന്ന് പറയുന്നത്. ഒരുപാട് പിക്സലുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ദൃശ്യവും വളരെ മികവുറ്റതായിരിക്കും. ഇതിന് നമ്മൾ പറയുക, ഈ പിക്സലിന്റെ അളവിനെ നമ്മൾ പറയുക എന്താണ് പറയുക? റെസൊല്യൂഷൻ എന്നാണ് പറയുക. പിന്നെയാണ് പിക്സൽ പിച്ച്. അതെന്ത് പറയുന്നത്? പിക്സൽ പിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് പിക്സലുകൾ തമ്മിലുള്ള ദൂരത്തെയാണ് പിക്സൽ പിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ പിക്സലുകൾ നമ്മൾ വളരെയേറെ അടുത്ത് വെക്കുകയാണ് വെച്ചാൽ നമ്മുടെ എന്തായിരിക്കും, നമ്മുടെ ആ ചിത്രങ്ങളായാലും എല്ലാം മികവുള്ളതായിരിക്കും. ഇനി വിവിധതരം മോണിറ്ററുകൾ ഒന്നുകൂടി പറയാം. കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത് പഴയ കാലത്തുള്ളതാണ്, ഇപ്പോൾ അങ്ങനെ കാണാറില്ല. അടുത്തതാണ് LCD, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ഈ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേയിൽ എന്താണെന്ന് വെച്ചാൽ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ലിക്വിഡ് ക്രിസ്റ്റൽ വെച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. LED മോണിറ്ററുകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേക്ക് പിന്നിൽ LED ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മികവുറ്റ ക്ലാരിറ്റി ഉണ്ടാകും. പിന്നെ പ്ലാസ്മ മോണിറ്ററുകളുണ്ട്, അതുപോലെ തന്നെ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്ററുകളും ഉണ്ട്. പിന്നെ പ്രൊജക്ടറുകൾ എന്ന് പറഞ്ഞാൽ വലിയ സ്ക്രീനിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് കാണുന്നവയാണ് പ്രൊജക്ടറുകൾ എന്ന് പറയുന്നത്. അടുത്ത ഒരു ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് പ്രിന്ററുകൾ. പ്രിന്ററുകൾ രണ്ട് വിധത്തിലുണ്ട്. ഇമ്പാക്റ്റ് പ്രിന്ററുകളുണ്ട്, നോൺ ഇമ്പാക്റ്റ് ടൈപ്പ് പ്രിന്ററുകളുമുണ്ട്. എന്താണ് ഇമ്പാക്റ്റ് പ്രിന്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രിന്റ് ചെയ്യുന്ന ഇതിൻ്റെ ഹെഡ് ഒരു പ്രതലത്തിൽ, ഇപ്പോൾ പേപ്പറിൽ ഇമ്പാക്റ്റ് ചെയ്തിട്ട് ഓരോരോ ഡോട്ട് മാതിരി കുത്തിട്ടിട്ട് വരുന്നവയാണ്, അല്ലെങ്കിൽ പ്രഷർ കൊടുത്തിട്ട് ആ പേപ്പറിലോട്ട് ഡാറ്റയോ അല്ലെങ്കിൽ ചിത്രങ്ങളോ ആലേഖനം ചെയ്യുന്നവയാണ് ഇമ്പാക്റ്റ് പ്രിന്ററുകൾ എന്ന് പറയുന്നത്. അതേസമയം നോൺ ഇമ്പാക്റ്റ് ടൈപ്പ് പ്രിന്ററുകൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ലേസർ പ്രിന്ററുകൾ, ഇവയിലെല്ലാം പ്രിന്റ് ഹെഡ് നമ്മുടെ പേപ്പറിലോട്ട് ഡയറക്റ്റായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥ വരുന്നില്ല. ഇതാണ് നോൺ ഇമ്പാക്റ്റ് ടൈപ്പ് പ്രിന്ററുകൾ എന്ന് പറയുന്നത്. പ്രിന്ററിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഒന്ന് റെസൊല്യൂഷനാണ്, രണ്ടാമത്തത് വേഗതയാണ്. റെസൊല്യൂഷൻ അളക്കാൻ എന്താ ഉപയോഗിക്കുന്നത്? ഡോട്ട്സ് പെർ ഇഞ്ചാണ്. ഇതിന്റെ വേഗത എന്ന് പറയുന്നത് നമ്മൾ ലൈൻസ് പെർ മിനിറ്റ്, LPM അല്ലെങ്കിൽ പേജ് പെർ മിനിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന്റെ വേഗത എങ്ങനെയാണ് പറയുക? വേഗത പറയുന്നത് ലൈൻ പെർ മിനിറ്റ് അല്ലെങ്കിൽ പേജ് പെർ മിനിറ്റ്, ക്യാരക്ടർ പെർ സെക്കൻഡ്, എങ്ങനെയാണ്. പ്രിന്ററുകളുടെ മുമ്പുള്ള പേര് എന്ന് പറയുന്നത് പഞ്ച് കാർഡ് എന്നാണ്. എന്താണ്? പഞ്ച് കാർഡ് എന്നാണ്. അപ്പോൾ സാധാരണ എക്സാമിനൊക്കെ എന്താ ചോദിക്കുക വെച്ചാൽ
ഏതാണ് ഇതിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഇൻപുട്ട് ഡിവൈസസുകൾ ഏതാണ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസസുകൾ ഏതാണ് എന്നാണ് സാധാരണ ചോദിക്കാറ്. ഇനി വിവിധതരം പ്രിന്ററുകൾ നമുക്ക് നോക്കാം. ഒന്ന്, ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. സാധാരണ കടകളിലൊക്കെ കാണും. ചെറിയ ഡോട്ട് മാതിരിയായിട്ടാണ് ഈ പ്രിന്ററുകൾ ഉണ്ടാകുന്നത്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് സൗണ്ട് ഉണ്ടാക്കും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു കാർബൺ കോപ്പി നമുക്ക് തരും. അതായത് നമ്മളൊരു കാർബൺ പേപ്പർ വെക്കുകയാണ്, എന്നാൽ ഇത് ഓരോന്നും പഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്രണ്ടിലുള്ള പഞ്ചിങ് അതേപോലെ കാർബൺ കോപ്പീൻ്റെ ബാക്കിലേക്ക് ഇത് ആലേഖനം ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ലേസർ പ്രിന്ററോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രിന്ററാണോ വെച്ചാൽ ഈ ഒരു ഫെസിലിറ്റി കിട്ടുകയില്ല. അങ്ങനത്തെയാണ് ഡോട്ട് മാട്രിക്സ് പ്രിന്ററുകൾ എന്ന് പറയുന്നത്. ഇനി ലേസർ പ്രിന്റർ. ലേസർ ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ഡോട്ട് മാട്രിക്സ് പ്രിന്റർ വന്നിട്ട് ഇമ്പാക്റ്റ് ടൈപ്പ് പ്രിന്ററാണ്. ലേസർ പ്രിന്റർ വന്നിട്ട് നോൺ ഇമ്പാക്റ്റ് ടൈപ്പ് പ്രിന്ററുകളാണ്. പിന്നെ തെർമൽ പ്രിന്ററുകളുണ്ട്, പ്ലോട്ടറുകളുണ്ട്. ഈ ഗ്രാഫുകളും ഡിസൈനുകളും ഹാർഡ് കോപ്പിയായി നിർമ്മിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് പ്ലോട്ടറുകൾ എന്ന് പറയുന്നത്. ഏതാണ് പ്ലോട്ടറുകൾ. ഇതിൽ തന്നെ ഡ്രം പ്ലോട്ടർ ഉണ്ട്, ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ ഉണ്ട്. അപ്പോൾ പ്രിന്ററുകൾ ഞാൻ പറഞ്ഞത് ഡോട്ട് മാട്രിക്സ് പ്രിന്റർ പറഞ്ഞു, ലേസർ പ്രിന്റർ പറഞ്ഞു, തെർമൽ പ്രിന്റർ ഉണ്ട്. അടുത്തൊരു ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് ഓഡിയോ ഡിവൈസസ് അല്ലെങ്കിൽ സ്പീക്കർ. എന്ത് ചെയ്യും? ഇവ കമ്പ്യൂട്ടറിൽ നിന്നുള്ള, ഇപ്പോൾ നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്യണം, അതിൻ്റെ ഓഡിയോ നമുക്ക് ഈ സ്പീക്കറിലൂടെ കിട്ടുന്നതാണ്. അപ്പോൾ സ്പീക്കർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൽ നിന്നുള്ള ശബ്ദ തരംഗങ്ങളെ നമുക്ക് അനുഭവവേദ്യമാക്കുന്നവയാണ് സ്പീക്കർ. അതുകൊണ്ട് തന്നെ സ്പീക്കർ ഒരു ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ള മെമ്മറിയാണ്. മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് ബിറ്റാണ്. ബിറ്റ് എന്ന് പറഞ്ഞാൽ 0 അല്ലെങ്കിൽ 1. ഇങ്ങനെയുള്ള രണ്ട് ഡാറ്റ മാത്രമാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുക. അതായത് 0 എന്ന് പറഞ്ഞാൽ എല്ലാ എന്നും 1 എന്ന് പറഞ്ഞാൽ അതെ എന്നുള്ള അർത്ഥത്തിലാണ് കമ്പ്യൂട്ടർ എടുക്കുക. അപ്പോൾ ഈ ഒരു ലെവലിൽ മാത്രമാണ് കമ്പ്യൂട്ടറിന് ഇൻഫർമേഷനും പോവുക, അതുപോലെ തന്നെ ഡാറ്റയും പോവുക. 0 അല്ലെങ്കിൽ 1 എന്നുള്ള ലെവലിലാണ് അതെടുക്കുക. അപ്പോൾ ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബിറ്റിന് ഒന്നില്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1 ഇവയാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക. ഒരു ബൈറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ മെമ്മറിയുടെ യൂണിറ്റ് ആണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ അതിന് 0 അല്ലെങ്കിൽ 1 സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഇത് മാത്രമാണ് ഉണ്ടാവുക. ഈ ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ആണ് ബിറ്റ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ആണ് ബിറ്റ്. ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ആണ് ബിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ കമ്പ്യൂട്ടറിനെ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ബിറ്റ്. അപ്പോൾ ഈ ബിറ്റിൽ എന്തുണ്ടാവും? ഒന്നില്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1. 0 എന്ന് പറഞ്ഞാൽ അല്ല എന്നും 1 എന്ന് പറഞ്ഞാൽ അതെ എന്നുള്ള അർത്ഥത്തിലുമാണ് കമ്പ്യൂട്ടർ എടുക്കുക. ഇനി ഒരു ബൈറ്റ്, ഇത് നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ബിറ്റാണ് ചോദിക്കും. അപ്പോൾ ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്. ഇനി ഒരു നിബിള് എന്ന് പറഞ്ഞാൽ 4 ബിറ്റാണ്. ഇനി ഒരു കിലോ ബൈറ്റ് എന്ന് പറഞ്ഞാൽ 1024 ബിറ്റാണ്. ഇനി ഒരു മെഗാബിറ്റ് എന്ന് പറയുമ്പോൾ 2⁻10 × 2⁻10, അതായത് 1024 × 1024. അപ്പോൾ 1024 കിലോ ബൈറ്റ്സ്. ഇനി ഒരു ജിഗാബൈറ്റ് പറയുമ്പോൾ എത്ര വരും? 2⁻10 × 2⁻10 × 2⁻10, 1024 മെഗാബൈറ്റ്, അല്ലെങ്കിൽ 1024 × 1024 × 1024 കിലോ ബൈറ്റ്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് തന്നെയാണ് 1 TB 1 TB എല്ലാം ഇങ്ങനെ തന്നെയാണ് കണക്ക് കൂട്ടേണ്ടത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് മെമ്മറിയുടെ യൂണിറ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി എന്തൊക്കെ തരം മെമ്മറികളാണ് കമ്പ്യൂട്ടറിലുള്ളത് നോക്കാം. മെമ്മറി നമ്മൾ രണ്ടായിട്ട് തിരിച്ചാൽ ഒന്ന് പ്രൈമറി മെമ്മറി, രണ്ടാമത് സെക്കൻഡറി മെമ്മറി. ഈ സെക്കൻഡറി മെമ്മറി വരുന്നതാണ് ഹാർഡ് ഡിസ്ക്, USB, മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ്, മാഗ്നറ്റിക് ടേപ്പ്. ഇനി മെമ്മറി, ഫസ്റ്റ് മെമ്മറി, പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് ഒന്ന് ഏതൊക്കെ തരമുണ്ട്? ഒന്ന് റാം ഉണ്ട്,
റോം ഉണ്ട്, രജിസ്റ്റർ ഉണ്ട്, ക്യാഷ് മെമ്മറി ഉണ്ട്. അപ്പോൾ എന്താണ് ഈ പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ സി പി യുവിന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറിയാണ് പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ പ്രാഥമിക മെമ്മറി എന്ന് പറയുന്നത്. പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് എന്തിനാണ്? മദർ ബോർഡിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നതോ അല്ലെങ്കിൽ പ്രോസസ്സറുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതുമായ മെമ്മറിയാണ് നമ്മൾ പ്രാഥമിക മെമ്മറി എന്ന് പറയുന്നത്. ഈ പ്രാഥമിക മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രാഥമിക മെമ്മറിയുടെ അളവ് കുറവാണ്, പക്ഷെ വേഗത കൂടുതലാണ്. അതേസമയം സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് ഡാറ്റ ഒരുപാട് സ്റ്റോർ ചെയ്യാൻ പറ്റും, പക്ഷെ അവയുടെ സ്പീഡ് എന്ന് പറയുന്നത് വളരെ കമ്മിയാണ്. നമ്മൾ സാധാരണ ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ റോമിൽ നിന്നുമുള്ള ബയോസ് ഇൻപുട്ട്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നുള്ള മെമ്മറി അവിടെ നിന്ന് ഓപ്പൺ ആയിട്ട് ആദ്യം പവർ സെൽഫ് ടെസ്റ്റ് നടത്തിയിട്ട് പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റോർ ചെയ്തിരിക്കുന്നത് സെക്കൻഡറി മെമ്മറിയിലാണ്. ഫസ്റ്റ് തുടങ്ങേണ്ട കാര്യങ്ങൾ, ബൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ റോമിലുണ്ടാകും. റോം എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറിയാണ്. ഇതിൽ നമ്മൾക്ക് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, ഒരിക്കലും പിന്നീട് റൈറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ വിവിധ തരത്തിലുള്ള റോമുകളുണ്ട്. ഒന്ന് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഇത് ഒരിക്കൽ മാത്രം പ്രോഗ്രാം ചെയ്യാൻ മെമ്മറിയാണ്. അടുത്ത് ഇറേസബിൾ പ്രോം, അതായത് ഇവ വന്നിട്ട് അൾട്രാവയലറ്റ് റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് വീണ്ടും നമുക്ക് മായ്ച്ചിട്ട് വീണ്ടും നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്നവയാണ് ഈ പ്രോം എന്ന് പറയുന്നത്. അടുത്തത് ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇവ എന്ത് ചെയ്യാൻ വെച്ചാൽ ഇലക്ട്രിക്കലി നമുക്ക് അതിനെ ഇറേസ് ചെയ്യാൻ പറ്റും, അത് കഴിഞ്ഞിട്ട് അതിനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള മെമ്മറിയാണ് ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ മെമ്മറി എന്ന് പറയുന്നത്. ഇനി അടുത്താണ് റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറിയാണ്. അപ്പോൾ സാധാരണ സി പി എന്ത് ചെയ്യും വെച്ചാൽ നമ്മുടെ എന്തെങ്കിലും ഡാറ്റ നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ളത് സി പി യു തന്നെയുള്ള രജിസ്റ്ററിലോട്ട് ആദ്യം സ്റ്റോർ ചെയ്യാൻ നോക്കും. വീണ്ടും ആക്സസ് ചെയ്യുന്ന മെമ്മറികൾ രജിസ്റ്റർ ചെയ്താൽ എന്താകും? രജിസ്റ്റർ പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ഉള്ള മെമ്മറികളാണ് രജിസ്റ്ററുകൾ. അപ്പോൾ സി പി യുവിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ ഉടനെ തന്നെ രജിസ്റ്ററിന് നൽകാൻ കഴിയും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കമ്പ്യൂട്ടർ ഫാസ്റ്റിലായിരിക്കും പ്രവർത്തിക്കുക. അത് കഴിഞ്ഞാൽ അടുത്തത് വയ്ക്കുക ക്യാഷ് മെമ്മറിയിലായിരിക്കും എന്ത് ചെയ്യുക? കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ രജിസ്റ്റർ എല്ലാം ഫില്ലായി, പിന്നെ അവിടേക്ക് വേറെ ഒന്നും റിട്ടേൺ ചെയ്യാനില്ല. അപ്പോൾ ക്യാഷ് മെമ്മറിയിലേക്ക് വയ്ക്കും. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് രജിസ്റ്ററിൽ വയ്ക്കും. അതിനേക്കാൾ ലെസ് ആക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ക്യാഷ് മെമ്മറിയിൽ വയ്ക്കും. അതിനുശേഷം റാമിൽ വയ്ക്കും, റാൻഡം ആക്സസ് മെമ്മറിയിൽ വയ്ക്കും. അപ്പോൾ ഈ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? അത് വന്നിട്ട് റീഡ് റൈറ്റ് ചെയ്യാനും പറ്റും. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വൺസ് പവർ ഓഫ് ആയി കഴിഞ്ഞാൽ അതിലെ ഡാറ്റ എല്ലാം പോകും. പക്ഷെ റോമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, റീഡ് ഓൺലി മെമ്മറിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പവർ ഓഫ് ആയി കഴിഞ്ഞാലും അതിലുള്ള ഡാറ്റ അങ്ങനെ തന്നെ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ രജിസ്റ്റർ പറഞ്ഞു, ക്യാഷ് മെമ്മറി പറഞ്ഞു, റാൻഡം ആക്സസ് മെമ്മറി പറഞ്ഞു. ഈ റാൻഡം ആക്സസ് മെമ്മറി ഡിഫറെൻറ്റ് ടൈപ്പിലുണ്ട്. ഈ റാമിൽ എന്തൊക്കെ ഉണ്ടാവുക? ഒന്ന്, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൂട്ടായിട്ട് റാമിലുണ്ടാകും. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ റാമിൽ ഉണ്ടാകുന്നത് ഒന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. രണ്ടാമത്തത് എന്താ ഉണ്ടാവുക? നമ്മൾ ആ സമയത്ത് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ്, അതിൻ്റെ സോഫ്റ്റ്വെയർ അതിൽ ബൂട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും. പിന്നെ അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റ. ഈ 3 കാര്യങ്ങളായിരിക്കും റാമിൽ ആ ഒരു സമയത്ത് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്താൽ എങ്ങനെയാണ് പ്രവർത്തിക്കുക വെച്ചാൽ, നമ്മുടെ റീഡ് ഓൺലി മെമ്മറിയിൽ ഒരു ബയോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബൂട്ടപ്പ് പ്രോഗ്രാം ഉണ്ടാവും. ബയോസ് എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ആണ്. അപ്പോൾ അതിലൊരു ബൂട്ടപ്പ് പ്രോഗ്രാം ഉണ്ടാവും. ഇത് ബൂട്ട് ചെയ്തിട്ട് എന്താവും? ഇവ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആദ്യം പരിശോധിക്കും. എല്ലാം ഓക്കെ ആണെന്ന് കണ്ടാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ മെമ്മറിയിലേക്ക് കൊണ്ടുവരും. ഇങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റാമിലേക്ക് വന്നു. അതുപോലെ നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ എടുത്താൽ അതെല്ലാം റാമിലേക്ക് വന്നു. പിന്നെ നമ്മൾ ഈ സി പി യു പ്രോസസ്സ് ചെയ്യുന്നത്, സി പി എന്തെങ്കിലും കാര്യം പ്രോസസ്സ് ചെയ്യുമ്പോൾ ആവശ്യമുള്ള ഡാറ്റ, വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റയെല്ലാം രജിസ്റ്ററിൽ വയ്ക്കും. പിന്നെ ലെസ് ഫ്രീക്വൻ്റ് കാര്യങ്ങൾ ക്യാഷ് മെമ്മറിയിൽ വയ്ക്കും. ഈ പ്രാഥമിക മെമ്മറിക്ക് എന്ന് പറയുന്നത് വേഗത കൂടുതലും അതേസമയം മെമ്മറി സ്പേസ് കമ്മിയുമാണ്. അതേസമയം സെക്കൻഡറി മെമ്മറികൾക്ക് മെമ്മറി കൂടുതലും അതേസമയം ഫാസ്റ്റ് കമ്മിയുമാണ്. സി പി യു ഡയറക്റ്റ് ആയിട്ട് സെക്കൻഡറി മെമ്മറിയുമായിട്ട് ആക്സസ് ചെയ്യുന്നില്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റമോ വഴിയാണ്
സെക്കൻഡറി മെമ്മറി CPU ആക്സസ് ചെയ്യുന്നത്. ഇതാണ് പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള പ്രൈമറി മെമ്മറികൾ നോക്കിയിരുന്നു. ഒന്ന് റാം നോക്കി, ഒന്ന് റോം നോക്കി. റോം ഏതൊക്കെ തരത്തിലുള്ള പ്രോം ഉണ്ട്, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ഉണ്ട്. ഈ പ്രോം പറഞ്ഞാൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ്. പിന്നെ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോം ഉണ്ട്, റാം ഉണ്ട്, റാൻഡം ആക്സസ് മെമ്മറിയാണ് അതിൻ്റെ ഫുൾ ഫോം. പിന്നെ സെക്കൻഡറി മെമ്മറിയിൽ വരുന്നതാണ് ഒന്ന് മാഗ്നറ്റിക് സ്റ്റോറേജ്. ഈ മാഗ്നറ്റിക് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഇവ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് വെച്ചാൽ അത് കാന്തികമായിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസിന് ഉദാഹരണമാണ്, അല്ലെങ്കിൽ കാന്തിക സംഭരണ ഉപകരണങ്ങൾക്ക് ഉദാഹരണമാണ് ഹാർഡ് ഡിസ്കുകൾ, അതുപോലെ തന്നെ മാഗ്നറ്റിക് ടേപ്പ് തുടങ്ങിയവ. എന്താണ് ഹാർഡ് ഡിസ്ക് നോക്കാം. ഹാർഡ് ഡിസ്ക് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുമ്പോൾ പോർട്ടബിൾ ഹാർഡ് ഡിസ്കുകളൊക്കെ ഉണ്ട്. ഒരു പൊടികറക്കാത്ത പെട്ടിക്കുള്ളിൽ ഉള്ളടക്കം ചെയ്തിട്ടുള്ള കാന്തം പുരട്ടിയ കാന്തിക പദാർത്ഥം പൂശിയ ലോഹത്തകിടുകളാണ് എന്ത് പറയുന്നത്, ഹാർഡ് ഡിസ്കുകൾ. അവരുടെ മെമ്മറി എങ്ങനെയൊക്കെ പറയാം, ഇപ്പോൾ ജിഗാബൈറ്റുകൾ, ടെറാബൈറ്റുകൾ, മെഗാബൈറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. മിനിമം ഇപ്പോൾ ജിഗാബൈറ്റിലാണ് ഉള്ളത്. ഹാർഡ് ഡിസ്കിന്റെ വേഗത അളക്കുന്നത് ഹെർട്സിലാണ്, റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. അത് തരിക ഹെർട്സിലാണ് തരിക. ഹാർഡ് ഡിസ്ക് കണ്ടുപിടിച്ച വ്യക്തിയാണ് റെയ്നോൾഡ് ജോൺസൺ. ആരാണ്? റെയ്നോൾഡ് ജോൺസൺ. അടുത്താണ് കാന്തിക ടേപ്പ്. ഇവ വലിയ തോതിൽ വിവരങ്ങൾ സംഭരിക്കുന്ന ഒരു സെക്കൻഡറി മെമ്മറിയാണ് മാഗ്നറ്റിക് ടേപ്പ് അല്ലെങ്കിൽ കാന്തിക ടേപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡറി മെമ്മറിക്ക് പ്രൈമറി മെമ്മറിനെ അപേക്ഷിച്ച് വില കമ്മിയായിരിക്കും. മാഗ്നറ്റിക് ടേപ്പിന് അനലോഗ് ഡാറ്റയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡിജിറ്റൽ ഡാറ്റയോ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അടുത്താണ് ഫ്ലോപ്പി ഡിസ്ക്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയുന്നത്. അതൊരു സെക്കൻഡറി ഡിവൈസസ് ആണ്. ഈ ഫ്ലോപ്പി ഡിസ്കിന്റെ ഒരു ഫ്ലോപ്പി ഡിസ്കിൽ സാധാരണ സംഭരണ ശേഷി എന്ന് പറയുന്നത് 1.44 MB ആണ്. ഒരു സാധാരണ ഫ്ലോപ്പി ഡിസ്കിന്റെ വലിപ്പം എന്ന് പറയുന്നത് 3.5 ഇഞ്ചുമാണ്. 8 ഇഞ്ച് വലിപ്പമുള്ള ഫ്ലോപ്പി ഡിസ്ക് നിർമ്മിച്ചത് IBM ആണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതായിട്ടാണ് എൻ്റെ ഓർമ്മ. ഇപ്പൊ തന്നെ ഫ്ലോപ്പി ഡിസ്കുകളൊന്നും ആരും ഉപയോഗിക്കാറൊന്നുമില്ല, എന്നാലും കൂടി അറിയാൻ വേണ്ടി പറയുന്നതാണ്. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസ്. ഇതും വരുന്നത് ഇതിലാണ്, ഇതും വരുന്നത് സെക്കൻഡറി മെമ്മറിയിലാണ്. അപ്പോൾ ഇതിലേതൊക്കെയാണ്? ഇതിൽ വന്നിട്ട് നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതും റിട്രീവ് ചെയ്യുന്നതും എന്ത് വെച്ചാണെന്ന് വെച്ചാൽ ലേസർ ഉപയോഗിച്ചാണ് ഇതിൽ ഡാറ്റ സംഭരിക്കുന്നത്. എക്സാമ്പിൾ അറിയാം, നമ്മുടെ കോമ്പാക്ട് ഡിസ്ക്, DVD, ബ്ലൂറേ DVD ഇവയെല്ലാം ഇവയെല്ലാം വന്നിട്ട് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസുകളാണ്. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ പറയുമ്പോൾ തന്നെ അറിയാം, നമ്മൾ അതൊരു ലൈറ്റ് വെച്ചിട്ടാണ്. ഇവിടെ എങ്ങനെയാണ് സ്റ്റോറിങ്ങും റിട്രീവിങ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ലേസർ ഉപയോഗിച്ചാണ് മെമ്മറി സ്റ്റോർ ചെയ്യുന്നതും അതുപോലെ റിട്രീവ് ചെയ്യുന്നത്. പിന്നെന്താ ചെയ്യുന്നത് വെച്ചാൽ വൃത്താകൃതിയിലുള്ള 2 പ്ലാസ്റ്റിക് തകിടുകൾക്കിടയിൽ ഒരു ചെറിയ അലുമിനിയം ഫോയിൽ ലോഹപാളി വെച്ചിട്ടുണ്ട്. ഇതിൽ സർപ്പിൾ ആകൃതിയിൽ എന്ത് ചെയ്യും, പിറ്റ്സും ലാൻസും ഉണ്ടാക്കിയിട്ടാണ് ഡാറ്റ രേഖപ്പെടുത്തിയിരിക്കുന്നത്. CD സാധാരണ എത്ര സ്റ്റോർ ചെയ്യും? CD ഫുൾ ഫോം എന്താണ്? CD കോമ്പാക്ട് ഡിസ്ക് ആണ്. അതിന്റെ സംഭരണ ശേഷി എന്ന് പറയുന്നത് സാധാരണ 700 MB ആണ്. ഈ CD-യും DVD-യും എല്ലാം ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ സോഫ്റ്റ്വെയർ വല്ലതും അവിടെ നിന്നെങ്കിലും വാങ്ങുകയാണെങ്കിൽ സാധാരണ അവർ CD-യിലാക്കിയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഡാറ്റ തരുന്നത്. ഇനി DVD എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിജിറ്റൽ വേഴ്സാറ്റൈൽ ഡിസ്ക് എന്നാണ്. ഇതാണ് DVD എന്ന ഡിജിറ്റൽ വേഴ്സാറ്റൈൽ ഡിസ്ക്. അപ്പോൾ ഈ ഡിജിറ്റൽ വേഴ്സാറ്റൈൽ ഡിസ്കിൽ എന്താണ്, CD-നെ അപേക്ഷിച്ച് കൂടുതൽ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ CD-യിലും DVD-യിലും ഉപയോഗിച്ചിരിക്കുന്ന ലേസറിന്റെ കളർ എന്ന് പറയുന്നത്, അതായത് ചുവന്ന കളർ ലേസർ ഉപയോഗിച്ചാണ് CD-യിലും DVD-യിലും നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യുന്നത്. അതേസമയം പിന്നെ അടുത്താണ് ബ്ലൂറേ DVD. എന്താണെന്ന് വെച്ചാൽ ഈ പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ ഈ DVD-യിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലേസറിന്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. അപ്പോൾ ഈ ബ്ലൂവിനുള്ള സവിശേഷത എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വേവ് ലെങ്ത് കമ്മിയുള്ളതാണ് ബ്ലൂ, വേവ് ലെങ്ത് കൂടുതലുള്ളതാണ് റെഡ് എന്ന് പറയുന്നത്.
ഇവിടെ തൊട്ടിട്ട് ഇതുവരെയുള്ള ലെങ്ത് ആണ് വേവ് ലെങ്ത്. ഓക്കെ, ഇത് കൂടുതലാണ് റെഡിന്, അതേസമയം കുറവാണ് ബ്ലൂവിനും വയലറ്റിനും എല്ലാം. അപ്പോൾ എന്താ സംഭവിക്കുക, ഇതിപ്പോൾ റെഡാണ് വെച്ചാൽ വയലറ്റ് എങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക, അല്ലെങ്കിൽ ബ്ലൂ ഒക്കെ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക. ഇതിന് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സൈസ് കമ്മിയായിരിക്കും, ഫ്രീക്വൻസി കൂടുതലായിരിക്കും ബ്ലൂവിനുണ്ടാകുക. അതുകൊണ്ട് തന്നെ ഈ വേവ് ലെങ്ത് കമ്മിയായതിനെ കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, വളരെ കൃത്യതയോടുകൂടെ എന്ത് ചെയ്യാം, ലേസറിന്റെ സ്ഥാനങ്ങൾ ഉറപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡാറ്റ ബ്ലൂറേ DVD-യിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് ഫ്ലാഷ് മെമ്മറി. ഞാൻ പറഞ്ഞിരുന്നു EEPROM, ഡാറ്റ സംഭരണത്തിന് വേണ്ടി ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഇവ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇവ എന്താണ്, ഇവ നമ്മുടെ ഇപ്പോൾ ലേസറിലൊക്കെയാണ് വെച്ച് ഞാൻ പറഞ്ഞിരുന്നു അത് റൊട്ടേഷൻ ചെയ്ത് ആ ലേസർ അതിലേക്ക് ആലേഖനം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ അതിലേക്ക് എൻട്രി ചെയ്യുന്നത്. അതുപോലെ ഡാറ്റ റിട്രീവ് ചെയ്യണം വെച്ചാലും CD-യും DVD എല്ലാം എപ്പോഴും ഡിസ്കിൽ ഇരുന്ന് കറങ്ങിയിട്ടാണ് എടുക്കാറ്. അപ്പോൾ ഇത് മെക്കാനിക്കലായിട്ട് ഓപ്പറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അതിന് വല്ല കേടുപാട് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അതേസമയം ഫ്ലാഷ് മെമ്മറി, അതിന്റെ മലയാള വാക്ക് എന്ന് പറയുന്നത് അർദ്ധചാലക സംഭരണി എന്നാണ്. അതാണ് ഫ്ലാഷ് മെമ്മറി, അർദ്ധചാലക സംഭരണി. അപ്പോൾ ഈ ഫ്ലാഷ് മെമ്മറിയിൽ എങ്ങനെയാണ് വെച്ചാൽ, ഡാറ്റ സംഭരണത്തിനായിട്ട് നമ്മുടെ EEPROM ഉണ്ടല്ലോ, അവ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ഫ്ലാഷ് മെമ്മറികൾ ഉണ്ടാക്കുന്നത്. ഇവയും സെക്കൻഡറി മെമ്മറിയാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫ്ലാഷ് മെമ്മറികളാണ് ഒന്ന് USB ഡ്രൈവ്, അതുപോലെ മെമ്മറി കാർഡുകൾ. ഈ USB ഡ്രൈവിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അത് കൊണ്ടു നടക്കാൻ ഈസിയാണ്. അതുപോലെ തന്നെയാണ് മെമ്മറി കാർഡുകൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെമ്മറിയിൽ പഠിക്കാനുള്ളത്. ഇനി മൊത്തമായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. മെമ്മറിയെ കുറിച്ച് പറയുമ്പോൾ മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് ബിറ്റ് എന്ന് പറയുന്നത്. ബിറ്റിന് മൂല്യം 0 ആണെങ്കിൽ വെച്ചാൽ അത് അല്ല എന്നും 1 ആണ് വെച്ചാൽ അതെ എന്നും ഉള്ള ലെവലിലാണ് സൂചിപ്പിക്കുന്നത്. ഒരു ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റുകൾ ചേർന്നിട്ടാണ് ഒരു ബൈറ്റ് ഉണ്ടാക്കുന്നത്. കമ്പ്യൂട്ടറിന് ഒന്നില്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1 എന്നുള്ള ലെവലിലാണ് അറിയാം. അപ്പോൾ ഈ 0യും 1ഉം എന്താണെന്ന് വെച്ചാൽ ഒരു വൈദ്യുത വോൾട്ടേജുകൾ എന്നുള്ള ലെവലിലാണ്. അപ്പോൾ 1 ബൈറ്റ് പറയുന്നത് 8 ബിറ്റുകളാണ് ഉള്ളത്. ഇനി 1 നിബിൾ എന്ന് പറഞ്ഞാൽ 4 ബിറ്റാണ് 1 നിബിൾ എന്ന് പറയുന്നത്. ഒരു ബൈറ്റ് 8 ബിറ്റ്. ഈ മൂല്യങ്ങളെല്ലാം ഓർത്തു വെക്കണം. അതുപോലെ ഒരു കിലോ ബൈറ്റ് എന്ന് പറഞ്ഞാൽ അത് 1000 ബൈറ്റ് അല്ല, 1024 ബിറ്റുകൾ ചേർന്നിട്ടാണ് ഒരു കിലോ ബൈറ്റ് ഉണ്ടാകുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ പറയാം, 2:10 ആണ്. കാരണം 0 അല്ലെങ്കിൽ 1 അങ്ങനെയുള്ള സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന 2:10. അപ്പോൾ 1024 വരും. 2:10 ആകുമ്പോൾ 1024 ബൈറ്റ് കൂടിയാലാണ് 1 കിലോ ബൈറ്റ് ആവുക. 1 മെഗാബൈറ്റ് എന്ന് പറയുന്നത് 1 KB × 1 KB, അതായത് 1024 KB ആണ്. ഇനി 1 ജിഗാബൈറ്റ് എന്ന് പറയുന്നത് 1 KB × 1 MB, which is equal to 1024 × 1024 × KB ആണ്. ഇനി മെമ്മറിനെ മൊത്തം എങ്ങനെ തിരിക്കാം, കമ്പ്യൂട്ടർ മെമ്മറിനെ പ്രൈമറി മെമ്മറിയിൽ നിന്നും സെക്കൻഡറി മെമ്മറിയിൽ നിന്നും തിരിക്കാം. പ്രൈമറിയിൽ നിന്ന് തിരിക്കാം, സെക്കൻഡറിയിൽ നിന്ന് തിരിക്കാം. പ്രൈമറിയിൽ വരുന്നതാണ് റാം, റോം, പിന്നെ രജിസ്റ്റർ, ക്യാഷ് മെമ്മറി. സെക്കൻഡറി മെമ്മറി വരുന്നത് ഹാർഡ് ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ്, കോമ്പാക്ട് ഡിസ്കുകൾ, ഫ്ലാഷ് മെമ്മറി, കോമ്പാക്ട് ഡിസ്ക്, എക്സെട്ര. എന്താണ് പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ CPU ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. അതേസമയം സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ CPU ഡയറക്റ്റ് ആക്സസ് ചെയ്യാതെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൂലം ആക്സസ് ചെയ്യുന്നതാണ് സെക്കൻഡറി സ്റ്റോറേജുകൾ എന്ന് പറഞ്ഞു. ഈ CPU പ്രൈമറി മെമ്മറിയുടെ അളവ് കമ്മിയായിരിക്കും, പക്ഷേ ഫാസ്റ്റ് കൂടുതലായിരിക്കും. രജിസ്റ്ററിന് ഫാസ്റ്റ് കൂടുതലാണ്. കാരണം ഫസ്റ്റ് CPU എന്തെങ്കിലും ഡാറ്റ ഇല്ല വെച്ചാൽ ആദ്യം അത് നോക്കുക, രജിസ്റ്ററിൽ നോക്കും, എന്നിട്ട് അതിലില്ല വെച്ചാൽ ക്യാഷെയിൽ നോക്കും, എന്നിട്ടും ഇല്ല വെച്ചാലാണ് റാമിലേക്ക് പോവുക. റാമിൽ എന്തുണ്ടാകും, അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാകും. അതുപോലെ അപ്പോൾ നമ്മൾ
ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനും റാമിൽ റൺ ആയിക്കൊണ്ടിരിക്കും. വൺസ് നമ്മുടെ വൈദ്യുതി ഓഫ് ആവുകയെന്ന് വെച്ചാൽ ഇതിലുള്ള മെമ്മറി എല്ലാം പോകും. എക്സെപ്റ്റ് റോമിൽ എന്താണ് റീഡ് ഓൺലി മെമ്മറിയാണ്. അതിൽ എപ്പോഴും എന്തുണ്ടാവും, ഡാറ്റ വൈദ്യുതി വിച്ഛേദിച്ചാലും അതിനെപ്പോഴും ഡാറ്റ ഉണ്ടാവും. ഹാർഡ് ഡിസ്ക് സെക്കൻഡറി മെമ്മറിയിലും എല്ലായ്പ്പോഴും ഡാറ്റ ഉണ്ടാവും. പക്ഷേ ഇത് വളരെ സ്ലോ ആണ്. പക്ഷെ മെമ്മറി കപ്പാസിറ്റി കൂടുതലാണ്. നമ്മുടെ സാധാരണ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇവിടെയാണ് ഉണ്ടാവുക. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ഫസ്റ്റ് ബൂട്ട് ചെയ്തിട്ട് റോം ഇവിടെ നിന്ന് വിളിച്ചു നിർത്തും. അതിനുശേഷം ഈ മെമ്മറി ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം റാമിൽ സ്റ്റോർ ചെയ്ത് നിൽക്കും. എന്നിട്ട് ആവശ്യമുള്ള സമയത്തുള്ള പ്രോഗ്രാമിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ ഡാറ്റ ആക്സസ് ചെയ്യുന്നതെല്ലാം ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൂലം നടക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.